കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രൊഫസിയുടെ പ്രവചനത്തിൻ്റെ അരുളപ്പാടുകളുടെ 7 പ്രത്യേകതകൾ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അതിനെ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായി തിരിച്ചു. നോട്ട്ബുക്ക് കഴിഞ്ഞ ആഴ്ച വരാത്തവർ പെട്ടെന്ന് നോട്ട് ചെയ്യുക, ഇത് മുതലുള്ളത്. പഴയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരുളപ്പാടുകൾ. യേശു ക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ വലിയവൻ. എന്തുകൊണ്ട് യേശു വലിയവനായി? 7 കാരണങ്ങളാണ് നമ്മൾ കാണുന്നത്. 7 റീസൺസ്. അതിൽ 7 കാരണങ്ങളെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു. ഏതൊക്കെ? 1, തൻ്റെ പൊസിഷൻ, സ്ഥാനം. 2, തൻ്റെ പേഴ്സണാലിറ്റി, തൻ്റെ നേച്ചർ. 3, തൻ്റെ പവർ, അധികാരം. ഈ 3 കാര്യങ്ങളായിട്ട് നമ്മൾ അതിനെ തിരിച്ചു. ഈ 3 അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. 1 നമ്മൾ ചിന്തിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏത്? പൊസിഷൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം. എന്താണ് സ്ഥാനം? സ്ഥാനത്തിൽ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിൽ 1, ദ ഫസ്റ്റ് വൺ വായിച്ചാട്ട്, ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 2 and 3. എബ്രായ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യം. ഏഴ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് ഇന്ന് കഴിഞ്ഞ ആഴ്ച വരാത്തവർ നോട്ട് ചെയ്യുക. 1, അവനെ ദൈവം സകലത്തിനും അവകാശിയാക്കി. ഹീ ഈസ് ദ ഹെയർ ഓഫ് ഓൾ തിങ്സ്. 2, രണ്ടാമത്തെ വിഷയം, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. ഹീ മെയ്ഡ് ദ യൂണിവേഴ്സ്. 3, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ, റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി. 4, തത്വത്തിൻ്റെ മുദ്ര, ഇമേജ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ തത്വത്തിൻ്റെ മുദ്ര. 5, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. അപ്ഹോൾഡ് ഓൾ തിങ്സ് ബൈ ഹിസ് വേർഡ്. 6, 7th വൺ, അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. മെയ്ഡ് ഹി സേവ് ഫ്രം അവർ സിൻസ്. യെസ്. 7ാമത്തെ കാര്യമാണ്, ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നു. സീറ്റഡ് ഓൺ ദ ത്രോൺ. ഈ 7 കാര്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ വലിയവനെന്ന് വെളിപ്പെടുത്തിയത്. ഇന്ന് രാത്രി ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്യം കൂടെ നിങ്ങളുടെ മുൻപിലേക്ക് ചിന്തിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരുളപ്പാടുകളുടെ ശ്രേഷ്ഠത. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, അതിൻ്റെ 33, 34, 35, 36. Chapter 10, John, the Gospel, chapter 10, verse number 34 to 36. വായിച്ചാട്ട്. യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നുവെന്ന് ഞാൻ നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് നിങ്ങളോട് പറഞ്ഞില്ലയോ? ഇത് ഈ കോട്ടിംഗ് എന്ന് പറയുന്നത് 82-ാം സങ്കീർത്തനം 6-ാം വാക്യം. ആ കോട്ടിങ്സ് ആണ് യേശു ഇവിടെ ഉദ്ധരിക്കുന്നത്. സാം 82 വേഴ്സ് നമ്പർ 6. ഇതാരാ പറയുന്നത്? സർവശക്തനായ ദൈവം പറയുക. ആരെ നോക്കിക്കൊണ്ട് പറയുന്നു? താഴത്തെ വാക്യം, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ, അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരെ ഒരു പേര് വിളിച്ചു, ദേവന്മാർ, ഗാഡ്സ്. ദേവന്മാർ. ആർക്കായത്? നമ്മൾ ഒറ്റ രീതി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പേര് ആരെ വിളിച്ചു? പഴയ നിയമ പ്രവാചകൻ, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദൈവം ഗാഡ്സ്, ദേവന്മാർ എന്ന് വിളിച്ചു. ദേവന്മാർ എന്നുള്ള വേർഡിൻ്റെ ആ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഒരു സെയിൻസ് എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവൻ എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരെ ഗാഡ്സ് എന്ന് പറഞ്ഞുവെങ്കിൽ, നെക്സ്റ്റ് വേർഡ് താഴത്തെ വാക്യം, ഞാൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് പറഞ്ഞതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 2 പ്രത്യേകതകളാണ് യേശു തന്നെ അവിടെ പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ദൈവദൂഷണം പറയുന്നുവെന്ന്. നെക്സ്റ്റ്, 1, പിതാവ് വിശുദ്ധീകരിച്ചവൻ. 2, ലോകത്തിൽ അയക്കപ്പെട്ടവൻ. ഇവിടെ എന്താ സംഭവിച്ചത്? ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയക്കപ്പെട്ടു.
പഴയ നിയമ പ്രവാചകന്മാർ ദേവന്മാരെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരായിരുന്നുവെങ്കിൽ, ശ്രദ്ധിക്കണം നിങ്ങൾ വേർഡ്, പഴയ നിയമ പ്രവാചകന്മാരെ ദേവന്മാരെന്ന് വിളിക്കപ്പെടുവാൻ ഇടയായി, അഥവാ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരെ ദേവന്മാരെന്ന് വിളിച്ചിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവദൂഷണം, നീ ദൈവദൂഷണം പറയുന്നു. അതിനെക്കുറിച്ച് യേശു പറയുകയാണ്, ഞാൻ ആരെന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞു, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടോ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവൻ. അപ്പോൾ മറ്റുള്ള പ്രവാചകന്മാരുടെ ഒരു പ്രവചനം പോലെയല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരുളപ്പാടുകൾ. പ്രവചനമല്ല എന്ന് പറയാൻ പോകുന്നത്, അരുളപ്പാടുകൾ. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് വളരെ വിലയുണ്ട്. ഈ പ്രത്യേകമായിരിക്കുന്ന വചനത്തിൻ്റെ അവസാനമായിരിക്കും ഞാൻ കോട്ട് ചെയ്യുവാൻ പോകുന്നത്, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവേൻ. പഴയ നിയമത്തിൽ അരുളി ചെയ്തവർക്ക് ഇത്രയും വളരെ വിലയുണ്ടെങ്കിൽ, പുതിയ നിയമത്തിൽ അരുളി ചെയ്തവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ചവനാ. ഇതിൻ്റെ പ്രത്യേകത കർത്താവായ യേശു അവിടെ പറഞ്ഞു. അതുകൊണ്ട് യേശു അവരെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ വാക്ക് വിശ്വസിക്കുന്നില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ, ദൈവം വിശുദ്ധീകരിച്ച് അയച്ചവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാനിടയായിത്തീരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇവരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ അബ്രഹാമിനെ പിതാവേ എന്ന് വിളിക്കുന്നു, എന്നാൽ നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളല്ല. അവരെ പറയുകയുണ്ടായി, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്. യേശു പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായിരുന്നുവെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുമായിരുന്നു. ഒരപ്പൻ്റെ പ്രവൃത്തി മകൻ ചെയ്യുന്നില്ല എങ്കിൽ ആ മകൻ അപ്പന് അപമാനമാണ്. ഒരുപക്ഷെ മകനായിരിക്കാം, എന്നാൽ അത് അപ്പന് അപമാനമാണ്. അപ്പന് മാനമായിരിക്കുന്ന ഒരു പ്രവൃത്തി മകൻ ചെയ്യണമെങ്കിൽ അപ്പൻ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ അതിനെ ഫോളോ ചെയ്യുന്നവനായിരിക്കും ആ മകൻ. ദൈവത്തിൻ്റെ മകനെന്ന് ഞാൻ വിളിക്കപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെട്ടപ്പോൾ, ദൈവം എപ്രകാരമായിരിക്കുന്നുവോ അതായിരിക്കണം യേശുക്രിസ്തുവിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവർത്തനമായിരിക്കണം യേശുവിൻ്റെ ഈ ലോകത്തിലെ പ്രവർത്തനമെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, എന്നെ പിതാവ് വിശുദ്ധീകരിച്ച് ഈ ലോകത്തിലേക്ക് അയച്ചു. എന്നാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട പക്ഷെങ്കിൽ എൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിപ്പീൻ. കാരണം ഈ പ്രവർത്തനങ്ങളൊക്കെ എന്തിന് സാക്ഷ്യം പറയുക? യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതിനോ സാക്ഷ്യം പറയുക. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രവൃത്തി നമ്മൾ ആരെന്നുള്ളതിൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തണം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തുടർന്ന് പറയുക, എബ്രായ ലേഖനത്തിൽ തുടർന്ന് പറയുകയാണ്, യേശു ക്രിസ്തു ആര്? കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. യേശു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത, അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ദയവായിട്ട് നിങ്ങൾ ആ കാസറ്റ് നിങ്ങൾ കേൾക്കുക. അതിനകത്ത് ചില മിസ്റ്ററീസ് കഴിഞ്ഞ ആഴ്ച പറയുവാനിടയായി തീർന്നിട്ട്, വാസ്തവത്തിൽ അത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല, സംഭവം അതിടയ്ക്ക് കടന്നു വന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആ കാസറ്റ് നിങ്ങൾ കേൾക്കുക. രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. രണ്ടാമത് അവിടെ പറയുന്നു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് ലോകത്തെ സൃഷ്ടിച്ചത്, ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ യേശുക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ മെച്ചം ഈ യേശുവെന്ന് ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുന്ന പൗലോസ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ, ഒന്ന് പറയുന്നു, പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരും അരുളപ്പാട് പ്രസ്താവിച്ചവരാകുന്നുവെങ്കിലും ഈ യേശു വെറും അരുളപ്പാട് പ്രസ്താവിച്ചിരിക്കുന്നവനല്ല. ഹീ ഈസ് ദ ക്രിയേറ്റർ, അവനാണ് സൃഷ്ടാവ്. പഴയ നിയമത്തിൻ്റെ പ്രവാചകന്മാരുടെ വാക്കുകളെക്കാൾ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളുടെ വിലയെന്ന് പറയുന്നത്, പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരും വെറും സൃഷ്ടികളായിരുന്നപ്പോൾ യേശു എന്ന് പറയുന്നത് ഒരു സൃഷ്ടാവാണ്. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്ന് വൈകിട്ട് ദൈവസ്ഥന് ഇരുന്നപ്പോൾ ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ദൈവത്തിൻ്റെ വിശുദ്ധവചനം നമ്മൾ അവിടെ ആ മുകളിലത്തെ ഭാഗം പറയുന്നു, ദൈവം ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരെ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ആ പദവി, ദ പ്രിവിലേജ്,
ഒരു പുതിയ നിയമ ഭക്തന് ലഭിച്ച പ്രിവിലേജ് അല്ല പഴയ നിയമ ഭക്തന് ലഭിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു എക്സാമ്പിൾ ഞാൻ പറയുണ്ടായി, ഓർമ്മയുണ്ടല്ലേ? ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിൽ നിന്ന് കനാൻ നാട്ടിൽ ഒറ്റുനോക്കുവാൻ പോയി മുന്തിരി കൊലയുമായിട്ട് കടന്നു വരുന്നത് ഞാൻ പറയുണ്ടായി. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ കർത്താവായ യേശു എന്ന് പറയുന്നത് അവൻ ലോകത്തെ ഉണ്ടാക്കിയവനാ. അഥവാ ഈ അരുളി ചെയ്തവൻ വെറും ഒരു വ്യക്തിയല്ല, മറ്റുള്ളവരെ പോലെ വെറും ഒരു വ്യക്തിയല്ല, പിന്നെയോ അവൻ തന്നെയാണ് സൃഷ്ടാവ്. യേശു സൃഷ്ടാവെന്നുള്ള വാക്കിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം തരേണ്ട യാതൊരു ആവശ്യങ്ങളും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യേശു സൃഷ്ടാവാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. 2 വാക്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്താട്ട്, 2 words. ഒന്ന് യോഹന്നാൻ 1:3 Next, Colossians chapter 1:16. കൊലോസ്യർ 1:16. ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് യേശു സൃഷ്ടാവ്. അപ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പദവിയാണ് ദൈവത്തിൻ്റെ അരുളപ്പാടിൽ വെച്ച് ചില വ്യക്തി ജീവിതങ്ങളുടെ സംസാരമല്ല നമ്മൾ കേൾക്കുന്നത്. പിന്നെ നമ്മൾ ആരുടെ സ്വരങ്ങൾ കേൾക്കുന്നത്? സൃഷ്ടാവിൻ്റെ തന്നെ സ്വരമാണ് കേൾക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ വാല്യൂ എത്ര വലുതാണ്. ദൈവം കാലാകാലങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് ആ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തന്മാരിൽ കൂടെ ദൈവം പഴയ നിയമ വിശ്വാസികളോട് സംസാരിച്ചുവെങ്കിൽ പുതിയ നിയമ വിശ്വാസികളെക്കുറിച്ച് അങ്ങനെ അല്ല സംസാരിക്കുന്നത്. ദൈവം തന്നെ, അല്ലെങ്കിൽ ദൈവം സൃഷ്ടാവാം ദൈവം തന്നെയാണ് നമ്മോട് ഇടപെടുവാനിടയായിട്ടുള്ളത്. മൂന്നാമത്തെ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതയാണ് അവൻ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് 1-2 കാര്യങ്ങൾ, നമ്മൾ ഈ 3 ഭാഗങ്ങളാണ് കർത്താവായ യേശുവിൻ്റെ പൊസിഷനായിട്ട് നമ്മൾ കാണുവാനിടയായിട്ടുള്ളത്. എന്താ ഇവിടെ പറയുന്നത്? സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഇവിടെ വഹിക്കുക എന്ന് പറയുമ്പോൾ ചുമക്കുക എന്നുള്ള ഒരു ചിന്തയല്ല, പകരം അതിന് കൊടുത്തിരിക്കുന്ന ഒരു വാക്യം കൂടെ വായിച്ചാട്ട്, നമ്പേഴ്സ് സംഖ്യാപുസ്തകം 11-14 വാക്യം. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ചിന്തയെന്ന് മനസ്സിലാക്കാം. നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 14. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 11-14 വാക്യം. മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ ജനത്തിനൊക്കെയും കൊടുക്കുവാൻ ഇറച്ചി എവിടുന്നോ കിട്ടും എന്നത്. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നത്. അപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ദൈവമേ ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ മോശയാണ് ഇവരെ എല്ലാം ചുമന്നോടെ നടന്നേ എന്നല്ല, പകരം 2 കാര്യം മോശ ചെയ്തു. എന്താ ചെയ്തത്? 1, അവരെ നടത്തിക്കൊണ്ട് വന്നു. 2, അവരെ എന്ത് ചെയ്തു? അവരെ പരിപാലിച്ചു. അപ്പോൾ ഈ 2 ചിന്തകളാണ് നമ്മളിവിടെ കാണുന്നത്. 1, അവരെ ഗൈഡ് ചെയ്യുന്നു, നടത്തിക്കൊണ്ട് പോകുന്നു. 2, അവരെ പരിപാലിക്കുന്നു, അവരെ പോറ്റി പുലർത്തുന്നു, പരിപാലിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവിടെ പറയുന്നു, അവൻ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? സകലത്തെയും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടല്ല അവിടെ ആ വേർഡ് പറഞ്ഞത്. അവൻ മുഖാന്തരം ലോകത്തെയും ഉളവാക്കി. അപ്പോൾ അവനാണ് യൂണിവേഴ്സിനെ ഉണ്ടാക്കിയത്. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ അവനാണ്. എന്നിട്ട് പറയുകയാണ്, അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സകല സൃഷ്ടിയും ദൈവം സൃഷ്ടിച്ച സകലതും എങ്ങനെയാണ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്താൽ. ആ വചനത്തിൻ്റെ ശക്തിയാണ് ഓരോന്നിനെയും അതത് സ്ഥാനത്തിൽ നിർത്തുവാൻ കാരണമായിരിക്കുന്നത്. സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും മനുഷ്യനായിരുന്നാലും ഏത് ലോകത്തിലെ ഏത് സൃഷ്ടിപ്പായിരുന്നാലും എല്ലാം വഹിക്കുവാൻ, എല്ലാറ്റിനെയും പരിപാലിക്കപ്പെടുവാൻ, എല്ലാറ്റിനെയും നടത്തുവാൻ, അതിൻ്റെ ഓരോന്നിൻ്റെയും ഭ്രമണപഥത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും നിലയിൽ തന്നെ നടത്തുവാൻ കാരണമായിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ശക്തിയുള്ള
ശക്തിയുള്ള വചനത്താൽ, അഥവാ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് അതിനെ ഓരോന്നിനെയും വഹിപ്പാനിടയായിത്തീർന്നത്. നിങ്ങൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ വാക്യത്തിൽ കൂടെ നമ്മൾ കാണുന്നത് അവൻ്റെ വചനത്തിൻ്റെ ശക്തിയെയാണ് നമ്മൾ കാണുന്നത്, അവൻ്റെ വചനത്തിൻ്റെ അധികാരത്തെയാണ് കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അവൻ്റെ വചനത്തിന് അധികാരമുണ്ടെങ്കിൽ ആ വചനമാണ് എന്നെയും വഹിക്കുന്നു എന്നുള്ളത് മറന്നു കളയരുത്. ആ വചനമാണ് എന്നെയും പരിപാലിക്കുന്നത്, ആ വചനമാണ് എന്നെയും കാവൽ ചെയ്യുന്നത്. ചില നാളുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ സമയം ചെലവഴിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം ദൈവത്തിൻ്റെ ബന്ധത്തിൽ വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, പിതാവേ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. യേശു പിതാവിനോട് അപേക്ഷിച്ചു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, അവർ മുഖാന്തരം രക്ഷയിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും യേശു പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണം ഈ വേർഡ്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, അവരുടെ വാക്കുകൊണ്ട് രക്ഷയിൽ കടന്നു വരുവാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി യേശു പ്രാർത്ഥിച്ചു. അതാണ് യോഹന്നാൻ 17 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, പ്രീസ്ലി പ്രയർ. അതാണ് 18 ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 17. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം ലഭിക്കാതെ പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ 100% ഈ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിച്ചിട്ടുണ്ട്. എന്താ യേശു പ്രാർത്ഥിച്ചത്? ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. അവൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. സകലത്തെയും അവൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായിരിക്കുന്നുവെങ്കിൽ ആ ശക്തിയുള്ള വചനമാണ് ഇപ്പോൾ പറയുന്നത്, അവരെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വേണം കാവൽ ചെയ്യണം. ഇന്ന് രാത്രി ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങളും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സില്ല. കഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ വിളിച്ച് ഞാൻ ചോദിച്ചു, സഹോദര, ഈ വെള്ളിയാഴ്ച കണ്ടില്ലല്ലോ, സഹോദരന് ഒരു ആപത്ത് ഒക്കെ സംഭവിച്ചു. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഇതുപോലെ സംഭവിച്ചത് പാസ്റ്റർ എന്ന് പറഞ്ഞു. എന്നോട് ഞാൻ ചോദിച്ചു, എവിടെയായിരുന്നു വെള്ളിയാഴ്ച? അത് ഇന്ന പോലെ അത്യാവശ്യമൊക്കെ ഉണ്ടായി, ഞാൻ പോയി. ഞാൻ ചോദിച്ചു, കുഞ്ഞെ മനസ്സിലായോ എന്താ ജൂസ് സംഭവിച്ചത്? അത് നല്ലതല്ലേ പാസ്റ്ററെ, ചില അടിയൊക്കെ കിട്ടുന്നത് നല്ലതല്ലേ? ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, അടി കിട്ടി മര്യാദ പഠിപ്പിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അടി കിട്ടാതെ മര്യാദ പഠിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലരുടെയും ജീവിതത്തിലൊരു ചിന്തയുണ്ട്, 2 അടി കിട്ടിയാലേ മര്യാദ പഠിക്കത്തുള്ളെന്ന്. അങ്ങനെയുള്ളവരെ ദൈവം അടിച്ച് മര്യാദ പഠിപ്പിക്കുക. അതിനേക്കാൾ എത്രയോ നല്ലതാണെന്നറിയാമോ നല്ല സമയത്ത് മര്യാദ അങ്ങ് പഠിക്കുന്നത്. അപ്പം എന്താ ഇവിടുത്തെ വിഷയം? എന്ന് അവൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അവൻ്റെ വചനത്തിൻ്റെ ശക്തി എന്തിനെ വെളിപ്പെടുത്തുന്നു? അത് പരിപാലിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നു, കാവൽ ചെയ്യുന്നതിനെ വെളിപ്പെടുത്തുന്നു. അവൻ്റെ വചനമാണ് കൽപ്പിച്ചത്, ദുഷ്ടൻ്റെ കയ്യിൽ ഞാൻ അകപ്പെടാതെ വേണം എന്നെ കാത്തുകൊള്ളണമെന്ന്. ഒരു മനുഷ്യനല്ല പ്രാർത്ഥിച്ചത്, എൻ്റെ കർത്താവായ യേശുവാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, യേശു എനിക്ക് വേണ്ടി ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ വ്യക്തമായിരിക്കുന്ന ഹിതമായിരുന്നു, ഞാൻ ദുഷ്ടൻ്റെ കയ്യിലോ ഞാൻ അകപ്പെടരുത്. എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, യേശു അത് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ വിശുദ്ധ വചനം വെളിപ്പെടുത്തിയിരിക്കുന്നിടത്തോളം ഒരു ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടേണ്ട യാതൊരാവശ്യവും എനിക്കില്ല എന്നുള്ളത് ഓർത്തോണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓൾറെഡി കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് അധികാരമുണ്ട്. ആ വചനമാണ് എന്നെ പരിപാലിക്കുന്നത്, ആ വചനമാണ് എന്നെ കാവൽ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ ശക്തിയുള്ള വചനം, ആ വചനം അവിടെ കിടക്കുമ്പോൾ ഒരു ദുഷ്ടന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ദുഷ്ടന് വെറുതെ കൊണ്ട് സ്ഥാനം കൊടുക്കരുത്. ദുഷ്ടൻ്റെ സ്ഥാനത്ത് തന്നെ ദുഷ്ടനെ നിർത്തുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം നാം അനുഭവിക്കുക. ദുഷ്ടനെ നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് നാമും ദുഷ്ടനെ നിർത്തുക. ദുഷ്ടനെ നമ്മൾ അതിരിന് അപ്പുറത്തേക്ക് കടത്തുവാൻ അനുവദിക്കരുത്. ഒരുപക്ഷെ നമ്മുടെ ചിന്തയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ വിചാരങ്ങളായിരിക്കാം, മറ്റേതെങ്കിലും ആയിരിക്കാം. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദുഷ്ടൻ നിൽക്കേണ്ട സ്ഥാനത്ത് ദുഷ്ടനെ നിർത്ത്. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് നീ നിൽക്കുക.
അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? ദുഷ്ടൻ നിന്റെ ജീവിതത്തോടെ അടുക്കാതെ വണ്ണം എൻ്റെ ദൈവം കാവൽ ചെയ്യുവാൻ മതിയായവൻ. എന്തുകൊണ്ട് അവൻ കാവൽ ചെയ്യുന്നു? അവൻ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവന്. സൂര്യനെ വഹിക്കുവാൻ അവന് കഴിവുണ്ട്, ചന്ദ്രനെ വഹിക്കുവാൻ അവന് കഴിവുണ്ട്, കോടാനുകൂടി നക്ഷത്രങ്ങളെ വഹിക്കുവാൻ അവന് കഴിവുണ്ട്. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ സകലത്തെയും വഹിപ്പാൻ അവന് കഴിവുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, അതേ വിശുദ്ധ വചനമാണ് എന്നേക്കും നിങ്ങൾക്കും വേണ്ടി അവൻ കാവലും കോട്ടയുമാണ് തന്നിരിക്കുന്നത്. ആ വചനത്താൽ അവൻ നമ്മെ പരിപാലിക്കുന്നവനാ, അവൻ നമ്മെ കാവൽ ചെയ്യുന്നവനാ. സകലതും തൻ്റെ ശക്തിയുള്ള വചനത്താൽ അവൻ വഹിക്കുന്നവൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. 1-2 വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ചോട്ടെ. 1 കൊരിന്ത്യർ 1 അധ്യായം അതിൻ്റെ 18 വാക്യം. 1 Corinthians chapter 1 verse 18. പെട്ടെന്ന്. അപ്പോൾ ദൈവശക്തിയാ ഏതാത്? ക്രൂശിൻ്റെ വചനം. പക്ഷെങ്കിൽ അതാക്കാണ് ദൈവശക്തി. നശിച്ചു പോകുന്നവർക്ക് അതെന്തായിരിക്കുന്നു? ഭോഷത്വം. നിങ്ങൾ സമാഗമന കൂടാരം നിങ്ങൾ പഠിച്ചാൽ സമാഗമന കൂടാരത്തിനൊരു പ്രത്യേകതയുണ്ട്. സമാഗമന കൂടാരം മരുഭൂമിയിൽ വെറും മണ്ണിൽ ഉണ്ടാക്കപ്പെട്ട ഒരു കൊച്ചു കൂടാരമാണ്. ആ കൂടാരത്തിൻ്റെ അകമെന്ന് പറയുന്നത് വളരെ സ്വർണം കൊണ്ട് വളരെ വിലപ്പെട്ടതായിരിക്കുന്ന രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ്. അതിന് ദൈവം അവിടെ വസിക്കുന്നുണ്ട്. വിശുദ്ധ നിവാസം, അതിവിശുദ്ധ നിവാസം, പ്രാകാരം എന്നുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഈ പ്രാകാരത്തിന് ചില മൂടികളുണ്ട്. ഈ മൂടികൾ 4 മൂടികൾ കൊണ്ടാണ് ഈ സമാഗമന കൂടാരത്തിന് മേൽ മൂടിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലുള്ള മൂടിയാണ് തഹശുതോൽ കൊണ്ടുള്ള മൂടി. ഇത് വെളിയിൽ നിന്ന് കണ്ടാൽ ഒരു ഭംഗിയില്ല. വെളിയിൽ നിന്ന് ആരെങ്കിലും നോക്കിയാൽ അവർ കാണുന്നത് തഹശുതോൽ കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു കൊച്ചു കൂടാരമാണ്. ആ കൂടാരത്തിന് യാതൊരു ഭംഗിയുമില്ല, യാതൊരു ആകൃതിയുമില്ല, വൃത്തിയുമില്ല. പക്ഷേ അതിൻ്റെ ഭംഗി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എവിടെ ചെല്ലണമെന്നറിയാമോ? അതിനകത്ത് വരണം. എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രൂശിൻ്റെ വചനം കാണുന്നവർക്ക് എന്തായിരിക്കുന്നു? അത് ഭോഷത്വമാണ്. അതിനകത്ത് യാതൊരു ഭംഗിയുമില്ല, അതിന് യാതൊരു രൂപവുമില്ല, അതിന് യാതൊരു ഭാവവുമില്ല, അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഒരുപക്ഷെ പറയുമായിരിക്കാം ചില റെസ്ട്രിക്ഷൻസൊക്കെ തന്നിരിക്കുന്നതാണ് ക്രൂശിൻ്റെ വചനം. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ മക്കൾക്ക് ചില റെസ്ട്രിക്ഷൻസ് കൊടുത്തിരിക്കുന്നത് കൊണ്ടല്ല അവർ ഇങ്ങനെ നടക്കുന്നത്. പകരം ദൈവത്തോടുള്ള സന്തോഷം കൊണ്ടാണ് അവരങ്ങനെ നടക്കുന്നത്. ചില ഇൻസ്ട്രക്ഷൻ കൊണ്ട് നടക്കുന്നതിനകത്ത് വലിയ മെച്ചമില്ല. കാരണം അത് അകമേയുള്ളതായിരിക്കുന്ന മാറ്റമല്ല, പുറത്തൂടെ വരുത്തുന്ന മാറ്റമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നതല്ല. നമ്മുടെ അകത്തുനിന്നും മാറ്റം വന്ന് അകത്തുനിന്നൊരു നടപ്പ് നടന്നാൽ അതാണ് യഥാർത്ഥം. നിങ്ങൾ മനസ്സിലാക്കുന്നതിന് ചിന്തിക്കുക ഇല്ലേ? അതാണ് യഥാർത്ഥമായിരിക്കുന്ന നടപ്പെന്ന് പറയുന്നത്. പുറത്തുനിന്ന് എനിക്ക് മാറ്റങ്ങൾ വരുത്താം, പക്ഷെങ്കിൽ ആ മാറ്റങ്ങൾക്ക് ചില കാലങ്ങളെ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഉള്ളിൽ വരുന്ന മാറ്റത്തിന്, ആ മാറ്റത്തെ സ്റ്റോപ്പ് ചെയ്യുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്താ ഇവിടെ? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. എന്നാൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെടുന്ന നിനക്ക് അതെന്തായിരിക്കുന്നു? ദർ ഇസ് പവർ. അത് ശക്തിയാണ്. അതിനകത്ത് വലിയ ബലമുണ്ട്. അപ്പോൾ ഈ വചനത്തിന് ശക്തിയുണ്ട്, ഈ വചനത്തിന് ബലമുണ്ട്. കർത്താവായ യേശുക്രിസ്തു അടുക്കലേക്ക് ശതാധിപൻ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കണം. ശതാധിപനോട് യേശു ഇപ്രകാരം പറഞ്ഞ്, പോകാൻ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നിരിക്കുന്നു. ഈ ശതാധിപൻ കടന്നു പോകുന്ന സമയത്ത് ബാല്യക്കാരൻ മുൻപോട്ട് അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിൻ്റെ ദാസന് നിൻ്റെ സൗഖ്യമായി? ഈ ശതാധിപൻ ചോദിച്ചു, എപ്പോഴാണ് അവന് സൗഖ്യം വന്നത്? ഒരു കാര്യം മനസ്സിലാക്കി, യേശു തന്നോട് സംസാരിച്ച അതേ നാഴികയിൽ അവന് സൗഖ്യം വന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പോക, നിൻ്റെ ദാസന് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞപ്പോൾ വലിയ ഷൗട്ടിംഗ് ഒന്നും യേശു ചെയ്തില്ല. ഒരു സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിയോട് പറയുന്ന പോലെ യേശു സംസാരിക്കുകയായിരുന്നു. പക്ഷേ ആ വാക്കിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അതിനകത്തൊരു പവർ അടക്കപ്പെട്ടിരിക്കുന്നു. ദൈവം പലപ്പോഴും നമ്മോട് സംസാരിക്കുമ്പോൾ വലിയ ഷൗട്ട് ദൈവം ചെയ്യത്തില്ല. വളരെ ശാന്തമായിട്ട് ചില വാക്കുകൾ ദൈവം സംസാരിച്ചാൽ ഒരു വ്യക്തിക്ക് പോലും മാറാതിരിക്കാൻ പറ്റത്തില്ല. മനുഷ്യർക്കാണ്
പലതും വേണ്ടത്. പക്ഷേ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ അവിടെ വെളിപ്പെടും. കാരണം അവൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അപ്പോൾ സകലത്തെയും അവൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു സകലത്തെയും വഹിക്കുന്നു. അതിൽ വെറും സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ പൊടിയും വെണ്ണീറുമാ ഞാൻ. യേശുക്രിസ്തു സകലത്തെയും തൻ്റെ കരങ്ങൾ വഹിക്കുക. കരങ്ങൾ മീൻ ചെയ്യുന്നത് തൻ്റെ ശക്തിയുള്ള വചനത്താൽ. ആ വചനമാണ് വഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വചനത്തിൽ ആ ശക്തി, അധികാരം കർത്താവായ യേശുവിനെ വെളിപ്പെടുത്തുന്നു. തൻ്റെ പൊസിഷൻ അതാ. രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഹിസ് നേച്ചർ. അത് വെളിപ്പെടുത്തുന്നത് ഗ്ലോറി ഓഫ് ഹിസ് പേഴ്സൺ, അവൻ്റെ ആളത്വത്തിൻ്റെ മഹത്വം. എന്താ അവൻ്റെ ആളത്വത്തിൻ്റെ മഹത്വം? അവിടെ ആദ്യം പറയുന്നു അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ, റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി. റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി. കർത്താവായ യേശു ക്രിസ്തുവും പഴയ നിയമ പ്രവാചകന്മാരുമായിട്ടൊരു വ്യത്യാസമുണ്ട്. ഈ പഴയ നിയമ പ്രവാചകന്മാരിൽ ഏറ്റവും ശക്തമായിട്ട് ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തിയത് മോശയായിരുന്നു. മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് വരെ ദൈവ തേജസ് കൊണ്ട് പ്രകാശിച്ചു. കർത്താവായ യേശു ക്രിസ്തുവും ഇവരുമായിട്ടൊരു വലിയ വ്യത്യാസമുണ്ട്. ഇവരുടെ ഒക്കെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുവാൻ കാരണം ഇവരിൽ സ്വയമായിട്ട് ഒരു പ്രകാശമുണ്ടായിരുന്നതല്ല, മറ്റൊരാളുടെ പ്രകാശം അവരിൽ കൂടെ പ്രതിഫലിച്ചതാണ്. സൂര്യൻ വെളിച്ചമുണ്ട്, പക്ഷെങ്കിൽ ചന്ദ്രന് യാതൊരു വെട്ടമില്ല, ഇറ്റ്സ് ഓൺ വെട്ടമില്ല. പക്ഷേ ചന്ദ്രൻ പ്രകാശം തരുവാൻ കാരണമായി തരുന്നത് സൂര്യൻ്റെ പ്രകാശം അങ്ങോട്ടേന്ന് അടിക്കുന്നതാണ്. അപ്പോൾ സൂര്യനില്ല എങ്കിൽ ചന്ദ്രന് വെളിച്ചമില്ല. മോശയുടെ മുഖത്തെ പ്രകാശിച്ചതിൻ്റെ ഒരു കാരണം ദൈവത്തിൻ്റെ തേജസ് മോശയുടെ മുഖത്തൂടെ പ്രതിഫലിപ്പിക്കുകയായിരുന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ വേർഡ്. ദൈവത്തിൻ്റെ തേജസ് മോശയിൽ കൂടെ പ്രതിഫലിപ്പിക്കുകയായിരുന്നു. എന്നാൽ യേശു അപ്രകാരമായിരുന്നില്ല. യേശുവിൻ്റെ പ്രത്യേകത അവനിൽ തന്നെ തേജസ് ഉണ്ടായിരുന്നു. അവൻ ആര്? അവിടെ പറയുന്നു ഇറ്റ്സ് റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി. ദൈവത്തിൻ്റെ തേജസ് കർത്താവായ യേശുവിൽ. 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ്റെ 1-ാം ലേഖനം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 14. ഞങ്ങൾ അവൻ്റെ തേജസ് എന്തോ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെന്നല്ല അവിടെ പറയുന്നത്. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ് പോലെ കണ്ടു. ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. ഞങ്ങൾ യേശുവിൻ്റെ തേജസ് കണ്ടത് പിതാവ് യേശുവിനെ തേജസ് വെളിപ്പെടുത്തിയായിരുന്നില്ല, പകരം പിതാവ് തേജസ്സുള്ളവൻ ആയിരുന്നത് പോലെ തന്നെ കർത്താവായ യേശുവും തേജസ്സുള്ളവനായിരുന്നു. അഥവാ വാസ്തവത്തിൽ നമ്മളവിടെ കാണുന്നത് അവൻ ദൈവം തന്നെ എന്ന് ആ വേർഡ് വെളിപ്പെടുത്തുകയാണ്. വായിച്ചോട്ട് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. 2 കൊരിന്ത്യൻ ചാപ്റ്റർ 4 വേഴ്സ് 4. ദൈവപ്രതിമയായ ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നു. ആരാണ് ക്രിസ്തു? ദൈവത്തിൻ്റെ പ്രതിമ. എക്സാക്ട്ലി നമ്മൾ അടുത്ത വേർഡിൽ നമ്മൾ ആ വേർഡ് കാണുന്നുണ്ട്. അവൻ തേജസ്സുള്ളവനായിരുന്നു എന്ന് അവിടെ പറയുന്നു. വായിച്ചോട്ട് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 27. മത്തായി 16:27. മാത്യു 16:27. മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ, ഗ്ലോറി ഓഫ് ഹിസ് ഫാദർ. ആരാ വരുന്നത്? മനുഷ്യപുത്രൻ. എങ്ങനെയാണ് വരുന്നത്? ഗ്ലോറി ഓഫ് ഹിസ് ഫാദർ. അപ്പോൾ ആ ഗ്ലോറി എവിടെ ഉണ്ട്
യേശു ക്രിസ്തുവിലുണ്ട്. അപ്പോൾ ഇതെന്തിനെ വെളിപ്പെടുത്തുന്നു? യേശു ആര്? ദൈവം എന്ന് വെളിപ്പെടുത്തി. എന്നാൽ പഴയ നിയമ വിശ്വാസികൾക്കുള്ള തേജസ്സും പുതിയ നിയമ വിശ്വാസികൾക്കുള്ള തേജസ്സും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? 2 കൊരിന്ത്യർ 4:4. 2 Corinthians chapter 4 verse 4. അവിടെ ആദ്യത്തെ വേർഡ് പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം. അപ്പോൾ ദൈവ തേജസ് പ്രകാശിക്കുന്നത് തടയുന്നു. ആര് തടയുന്നു? ഈ ലോകത്തിൻ്റെ ദൈവം എവിടെയാ തടഞ്ഞു വെച്ചേക്കുന്നേ? അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചത് എന്തുവാ? ദൈവപ്രതിമയായ ദൈവത്തിൻ്റെ തേജസ് എന്നിൽ ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം എൻ്റെ മനസ്സ് ദുഷ്ടനായ പിശാച് കുരുടാക്കി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ തേജസ് എന്നിൽ പ്രകാശിക്കണമെങ്കിൽ ആദ്യം ഇപ്പോൾ എവിടെയാണ് പ്രകാശിക്കുന്നത്? എൻ്റെ ഉള്ളിൽ. വായിച്ചെടുത്ത താഴോട്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത് പറയുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതം. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവിടെ പറയുക. വെളിച്ചമില്ലാതിരിക്കുന്ന സമയത്ത്, എല്ലാം ഇരുട്ടിടക്കുന്ന സമയത്ത് ദൈവം എന്താ പറഞ്ഞു? വെളിച്ചമുണ്ടാകട്ടെ. ആ വേർഡിനെ പറഞ്ഞിട്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കണമെന്ന് ആഗ്രഹിച്ച കൽപ്പിച്ചവനായിരിക്കും ദൈവം. പിന്നീട് എന്തോ അവിടെ പറയുന്നത്? ക്രിസ്തുയേശുവിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അപ്പോൾ ഇവിടെ എവിടാ പ്രകാശിച്ചത്? നമ്മുടെ ഹൃദയങ്ങളിൽ. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മുഖം ശോഭിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മുഖം ശോഭിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെങ്കിൽ കൂടുതലും ശോഭ എവിടാ കിടക്കുന്നറിയാമോ? ഉള്ളത്തിൽ, ഹൃദയത്തിലാണ്. എന്നാൽ ഈ ഹൃദയത്തിലെ പ്രകാശം എന്ത് സംഭവിക്കും? വായിച്ചോട്ട് വീണ്ടും 3-ാം അധ്യായം 2 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. എന്താ സംഭവിക്കുന്നത്? വായിച്ചാട്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് അപ്പോൾ ഇന്ന് സംഭവിക്കുന്നത്, ദൈവ തേജസ് എവിടെ ഉദിച്ചിരിക്കുന്നത്? നമ്മുടെ ഹൃദയങ്ങളിൽ. പക്ഷേ ഹൃദയങ്ങളിൽ ഉള്ള ദൈവ തേജസ് ആ ഒരളവിൽ ഇരുത്തുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെന്ത് വേണം അതിന്? അത് ജീവിതത്തിലേക്ക് കംപ്ലീറ്റ്ലി ഒന്ന് വളരണം. എന്തുവാ സംഭവിക്കേണ്ടത്? അവിടെ താഴത്തെ വാക്യം പറയുന്നു, കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും. അപ്പോൾ നമ്മളെല്ലാവരും എന്തായി മാറ്റപ്പെടണം? കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം? താഴെ ആ വാക്യം പറയുന്നു, കർത്താവിൻ്റെ ദാനമായി തേജസ്സുമേൽ തേജസ് പ്രാപിച്ച്. അപ്പോൾ നമുക്ക് ഒരു വ്യത്യാസം ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് മുഖപ്പുറത്തല്ല വെളിച്ചം ശോഭിക്കുന്നത്, പിന്നെയോ എവിടെയാ? ഹൃദയത്തിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിൽ ഈ തേജസ് വർദ്ധിച്ച് ഒരു പർട്ടിക്കുലർ ദിവസം വരുമ്പോഴാണ് ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെ ധരിക്കുമ്പോൾ പൂർണ്ണ തേജസ്സായിട്ട് മാറ്റപ്പെടുക. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളമാണ്. പക്ഷേ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുവാനല്ല, അത് വീണ്ടും ഓരോ ദിവസം കഴിയുന്തോറും അത് തേജസ്സുമേൽ തേജസ് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് വീണ്ടും തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് അപ്രകാരം മാറ്റങ്ങൾ നടക്കുന്ന മുഴുവൻ പുറത്തല്ല, എൻ്റെ ഹൃദയത്തിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഈ മാറ്റങ്ങൾ വന്ന് ഒരു പർട്ടിക്കുലർ ദിവസം കടന്നു വരും. ആ ദിവസമാണ് കർത്താവായ യേശു മധ്യാകാശം കടന്നു വരുന്നത്. അന്ന് എന്താ സംഭവിക്കുന്നത്? ഈ ദ്രവത്വമുള്ള ശരീരം കംപ്ലീറ്റ്ലി മാറ്റപ്പെടുമ്പോൾ എൻ്റെ ഉള്ളിൽ പ്രകാശിക്കപ്പെട്ടിരിക്കുന്ന ഈ തേജസ് അത് വർദ്ധിച്ച് പിന്നെ ഞാൻ ആരായിട്ട് മാറുക?
ഒരു തേജസ്സായിട്ട് മാറി. ഇതാണ് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞിരിക്കുന്നത്. അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അവരെന്തായിത്തരും എന്നാലും മനസ്സിലായിക്കോണം, അവർക്ക് സ്വൽഫമായിട്ടിരിക്കുന്ന അവരുടെ സ്വയമായിട്ട് ലഭിക്കുന്ന ഒരു തേജസ് അല്ല അത്. പിന്നെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരാ. അപ്പോൾ ഒരു കണ്ണാടി എപ്രകാരം ആ മീഡിയത്തെ വെളിപ്പെടുത്തുന്നുവോ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ തേജസ് എന്നിൽ കൂടെ വെളിപ്പെടുവാൻ ഒരു കണ്ണാടി പോലെ ഞാൻ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ക്രിസ്റ്റലായിട്ട് ദൈവ തേജസ് വെളിപ്പെടുത്തുക. എന്നാൽ ഇന്ന് എന്തുകൊണ്ടാണ് അത് വെളിപ്പെടുത്താത്തതെന്ന് അറിയാമോ? ഇന്ന് പാപം കിടപ്പുണ്ട്. അതുകൊണ്ട് എന്തു വരുന്നില്ല, ആ സ്ഥലങ്ങളൊക്കെ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്താതിരിക്കുക. എന്നാൽ ഒരു ദിവസം കടന്നു വരും, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പൂർണ്ണതയാണ് എന്നിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. അഥവാ ദൈവത്തിൻ്റെ തേജസ് പ്രതിബിംബിക്കുന്ന ഒരു പാത്രമായി തീരുക. അന്ന് എൻ്റെ ഉള്ളം മാത്രമല്ല മുഖം പരിപൂർണമായിട്ട് പ്രകാശിക്കുവാൻ കാരണമായി. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നു, കർത്താവായ യേശു എന്ന് പറയുന്നത് ആര്? അവനെക്കുറിച്ച് പറയുന്നത് അവൻ റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി, അവൻ്റെതായിരിക്കുന്ന തേജസ്സിൻ്റെ പ്രഭയാണ്. രണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു അവൻ്റെ തത്വത്തിൻ്റെ മുദ്ര, എക്സ്പ്രസ് ഇമേജ് ഓഫ് ദ പേഴ്സൺ, തത്വത്തിൻ്റെ മുദ്ര. ദ സെയിം, യാതൊരു വ്യത്യാസമില്ല എന്ന്. കാരണം ദൈവം ആരായിരിക്കുന്നുവോ, ദൈവം എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് യേശു എന്ന ആ വേർഡ് വെളിപ്പെടുത്തുക. ഇറ്റ്സ് സെയിം, സീൽ, മുദ്ര, തത്വത്തിൻ്റെ മുദ്ര. തത്വത്തിൽ ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഇമേജ്. ദൈവത്തെ ആർക്കും കാണുവാൻ സാധിക്കാത്തതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തെ കാണുന്നു. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഫിലിപ്പോസ് ഇപ്രകാരം ചോദിച്ചു, ഗുരു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്നാൽ അത് മതി. യേശു എന്താ പറഞ്ഞു? ഫിലിപ്പോസെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ ഈ അരുളി ചെയ്തവൻ ആരാ? ഈ അരുളി ചെയ്തവൻ വെറും ഒരു സാധാരണപ്പെട്ട വ്യക്തിയല്ല അരുളി ചെയ്തത്. പഴയ നിയമത്തിൽ കാലാകാലങ്ങൾ ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്ത് അവരിൽ കൂടെ ദൈവം അരുളി ചെയ്തുവെങ്കിൽ പുതിയ നിയമത്തിൽ അരുളി ചെയ്ത ഒരു സാധാരണപ്പെട്ട വ്യക്തിയല്ല, വാസ്തവത്തിൽ ദൈവം തന്നെ. ദൈവമായിരുന്നവൻ അരുളി ചെയ്യുക. അതുകൊണ്ട് പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ യേശു വലിയവൻ. മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ, ഹിസ് പവർ. രണ്ട് കാര്യങ്ങളാണ് ആ ഭാഗത്ത് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, പാപത്തെ പോക്കുന്നവൻ, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നവൻ, purged our sin, purged our sin. കൂടുതൽ വിശുദ്ധീകരണങ്ങളുടെ ആവശ്യങ്ങൾ ഇതിനില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇതാ ലോകത്തിലെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. മനുഷ്യൻ്റെ ജീവിതത്തിൽ അസാധ്യമായ കാര്യമായിരുന്നു യേശു ചെയ്തത്. അവൻ സകല പാപത്തിനും അവൻ പരിഹാരം വരുത്തി. എങ്ങനെയാണ് വരുത്തിയത്? അതിനുവേണ്ടി യേശു കാൽവറിയിൽ മരിച്ചു. ദൈവത്തിൻ്റെ നിയമം, ദൈവം നീതിയുള്ള ന്യായാധിപതിയെ നമ്മളത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ നിയമത്തെ ദൈവം ഒരിക്കലും മാറ്റുകയില്ല. ദൈവത്തിൻ്റെ നീതിയാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിൻ്റെ ശമ്പളം മരണം. അങ്ങനെയാണെങ്കിൽ പാപത്തിന് വേണ്ടി മരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ മരിക്കേണ്ടതിന് പകരം നമ്മുടെ മരണമാണ് പാപമില്ലാത്ത ഒരാൾ ഏറ്റെടുത്തത്. ആ യേശു ക്രിസ്തുവിന് പാപമുണ്ടായിരുന്നുവെങ്കിൽ യേശുവിൻ്റെ മരണം യേശുവിന് വേണ്ടി മാത്രമായിരുന്നേനെ. കാരണം അതുകൊണ്ട് രക്ഷപ്പെടുമെന്നല്ല, പാപത്തിൻ്റെ ശമ്പളമായി പോയതേ. എന്നാൽ യേശു ക്രിസ്തു പാപമില്ലാത്തവനായതുകൊണ്ട് അവൻ്റെ മരണം കൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ പാപങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തി. സകല പാപങ്ങളെയും പരിപൂർണമായിട്ട് മാറ്റുവാനിടയായി തീർന്നു. വേദപുസ്തകം പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നു. അവിടെ നോക്കിയാട്ട് ആ വേർഡ് പറയുന്നത് സകലം. യേശയ്യാ പ്രവചനത്തിൽ നമ്മളിപ്രകാരം കാണുന്നുണ്ട്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിൻ്റെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ
വെളുപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. എന്തുകൊണ്ട് യേശുവിന് സാധിക്കും? അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ഇനിയും അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, പാപങ്ങൾക്ക് വേണ്ടി ഇനി യേശുവിന് എന്ത് ചെയ്യേണ്ടതില്ല? ഒന്നും ചെയ്യേണ്ടതില്ല. പാപങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം യേശു ചെയ്യണമോ അത് മുഴുവൻ യേശു ചെയ്തു. അതുകൊണ്ട് ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ചില പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നുണ്ട്, യേശു ഇന്നും രക്തമൊഴുക്കുന്നു. യേശു ഇന്നും രക്തമൊഴുക്കുന്നില്ല. കാരണം യേശു ഓൾറെഡി എന്ത് ചെയ്തിരിക്കുക? രക്തമൊഴുക്കിയിരിക്കുക. ഇന്ന് യേശു ക്രിസ്തു സ്വർഗ്ഗത്തിൽ എങ്ങനെയായിരിക്കുന്നത്? തൻ്റെ തേജസ്സിനുള്ള ശരീരത്തോടു കൂടെ സ്വർഗ്ഗാരോഹണം ചെയ്തു. അവൻ രൂപാന്തരപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതുകൊണ്ട് യേശു ഇന്ന് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നത് എന്നെയും നിങ്ങളെയും പോലെ ഒരു ശരീരത്തോ ഒരു ജഡശരീരത്തോടു കൂടെ അല്ല, പിന്നെയോ ഞാനും നിങ്ങളും പ്രാപിക്കുവാൻ പോകുന്ന ശരീരത്തോടു കൂടിയാണ് യേശു ഇരിക്കുന്നത്. മനസ്സിലാകുന്നോടെ ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? എന്നെയും നിങ്ങളെയും പോലെ ഒരു ശരീരത്തോടു കൂടി അല്ല യേശു എന്ന സ്വർഗ്ഗത്തിലിരിക്കുന്നത്. ഞാനും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഏത് ശരീരം പ്രാപിക്കുവാൻ പോകുന്നുവോ അതേ ശരീരത്തോടു കൂടി യേശു ഇന്ന് അവിടെ ഇരിക്കുന്നത്. തെളിവെല്ലാം ഉണ്ട്. വായിച്ചാട്ടെ 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്, ഏതുപോലെ? എങ്ങനെ കാണാൻ പോകുന്നേ? താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നമുക്ക് എന്ത് വരും? നാം അവനോട് സദൃശ്യന്മാരാകും. അപ്പോൾ നാം അവരോട് സദൃശ്യന്മാരാകുന്ന സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ. അപ്പോൾ ഇപ്പോൾ കർത്താവ് എങ്ങനെ ആയിരിക്കുന്നേ? ഞാൻ അന്ന് യേശുവിൻ്റെ വരവെങ്കിൽ ഏത് ശരീരത്തോടുകൂടെ ഞാൻ ഉയർക്കപ്പെടുവാൻ പോകുന്നുവോ, എന്ത് ഞാൻ അനുഭവിക്കുവാൻ പോകുന്നുവോ അനുഭവത്തോടുകൂടിയാണ് യേശു എന്ന സ്വർഗ്ഗത്തിലിരിക്കുന്നത്. അതുകൊണ്ട് യേശു ഇന്ന് എന്ത് ചെയ്യുന്നില്ല? ഇന്നും രക്തമൊഴുക്കുന്നില്ല. പിന്നീട് എന്താ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പാപത്തിനു വേണ്ടി കർത്താവായ യേശു യാഗമായി തീർന്നു. ഇന്ന് ഞാനത് ഏറ്റെടുക്കുമ്പോൾ ഇന്ന് എന്നൊരു ദിവസം എനിക്ക് പറയുവാൻ സാധിക്കും. പക്ഷേ യേശു എന്നാ മരിച്ചത്? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇന്ന് ഞാനത് ഏറ്റെടുക്കുമ്പോൾ എനിക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ പാപത്തിനു വേണ്ടി കർത്താവായ യേശു എന്ത് ചെയ്തു? മരിക്കുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. യേശു എന്ത് ചെയ്തു? ഓൾറെഡി ഡൈഡ്. അപ്പോൾ യേശു ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ തക്കവണ്ണം യേശു ഓൾറെഡി മരിച്ചു. യേശു ക്രിസ്തു പാപത്തിന് വേണ്ടി മരിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുകൊണ്ട് ഇനിയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശു ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, യാതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെയോ നിങ്ങളുടെയോ വ്യക്തിപരമായ ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരുമ്പോൾ ഇനിയും എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ധൈര്യമായിട്ടോ അതിന്മേൽ ജയമെടുക്കുവാൻ സാധിക്കും. ജയം എടുക്കണമെങ്കിൽ എനിക്ക് എന്തു വേണം? യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. എൻ്റെ മിടുക്കുകൊണ്ടല്ല ഞാൻ ജയമെടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, യേശു എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു, എൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു. അതുകൊണ്ട് എനിക്കെന്തോ ഉണ്ട്? ഇനിയും എനിക്കതിനകത്ത് കിടക്കേണ്ട കാര്യമില്ല. അവിടെയാണ് ഞാൻ ജയമെടുക്കുന്നത്. യേശു പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. എന്നിട്ട് യേശു എന്ത് ചെയ്തു? യേശു നെക്സ്റ്റ് 7th വൺ അവിടെ കാണുന്നത്, അവൻ മഹിമയുടെ വായിച്ചാട്ടെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഹീബ്രൂസ് മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു. യേശു ക്രിസ്തു സ്വർഗ്ഗത്തിലിരിക്കുന്നു. മഹിമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനം. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്നു. എന്താ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ വേർഡ് നമ്മൾ പഠിക്കുമ്പോൾ 3 കാര്യങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ആ വേർഡ് വെളിപ്പെടുത്തുന്നത്? 3 things. അതിൽ ഒന്ന് സങ്കീർത്തനം 110:1.
Psalms 110 verse number 1. വായിച്ചാട്ടെ. യഹോവ എൻ്റെ കർത്താവിനോട് അരുളിച്ച്, ദാവീദ് പറയുന്ന സങ്കീർത്തനം. അവിടെ പറയുന്നത്, നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക. അപ്പോൾ ദൈവം യേശുവിനോട് പറയുന്നൊരു വേർഡ്, നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളും. എന്താ ഈ വേർഡിൻ്റെ മീനിങ്? യേശുവിന് ഇപ്പോഴും ശത്രുക്കളുണ്ടോ? വേദപുസ്തകം പറയുന്നു, അവൻ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ മാറ്റി. പിന്നെ എന്താണ് ആ വാക്യം വെളിപ്പെടുത്തുന്നത്? ആ വാക്യം വെളിപ്പെടുത്തുന്നത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 27, 28 വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ മിസ്റ്ററി നമുക്കറിയാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 27, 28. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഒരു കാര്യം പൗലോസ് പറയുക, സകലത്തെയും കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തി കൊടുത്തവൻ ഒരുവനുണ്ട്, അവനെ കൂടാതെ ബാക്കിയെല്ലാം യേശുവിന് കീഴ്പ്പെട്ടു. അപ്പോൾ എന്താ കീഴ്പ്പെടുത്തി കൊടുത്തവെന്ന് പറഞ്ഞാൽ ആര്? പിതാവിനെക്കുറിച്ച് പറയുന്നു, ദൈവത്തെക്കുറിച്ച് പറയുന്നു. ദൈവം ഒഴികെ ബാക്കിയെല്ലാം കർത്താവായ യേശുവിന് കീഴ്പ്പെട്ടു. നെക്സ്റ്റ് വേഴ്സ്, അവൻ സകലതും കീഴ്പ്പെട്ടു വന്ന ശേഷം. ശ്രദ്ധിച്ചോണേ നിങ്ങൾ, ഈ വേർഡ് ടെർമിനോളജി മാറി. ആദ്യം പറഞ്ഞു തന്നെയാ അവിടെ പറയുന്നത് സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നുവെന്ന് ഉണ്ടല്ലോ. എന്നിട്ട് പറയുന്നു സകലതും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലതും എന്ത് ചെയ്തിരിക്കുന്നു? അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നിട്ട് സകലതും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വേർഡ് പറയുന്ന വേർഡ് ഇപ്രകാരമാണ്, എന്നാൽ അവന് സകലതും കീഴ്പ്പെട്ട് വന്ന ശേഷം എന്ന് പറഞ്ഞ് ഇപ്പോൾ എന്തോ ഇല്ല. നിങ്ങൾ വായിച്ചോ ആ ഭാഗം? ആ ഭാഗം വായിച്ചോ? ഒന്ന് വായിച്ചേ. 27, 28 വാക്യം എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചാൽ. 1 Corinthians chapter 15 verse 27 and 28 ഒന്ന് വായിച്ചാട്ടെ. പതിനഞ്ചാമത്തെ മുഴുവൻ വായിക്കുക വന്നോ? 2 വാക്യം വായിക്കാനേ പറഞ്ഞുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വേർഡ് ഇറ്റ്സ് എ മിസ്റ്റീരിയസ് വേർഡ്. അവിടെ പറയുന്നു സകലത്തെയും അവന് കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഉണ്ടല്ലോ. അപ്പോൾ സകലതും എന്തായിരിക്കുന്നു? യേശു ക്രിസ്തുവിൻ്റെ കാൽ കീഴായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വേർഡ് പറഞ്ഞു, എന്നാൽ അവന് സകലതും കീഴ്പ്പെട്ട് വന്ന ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്തോ ഉണ്ട്? കീഴ്പ്പെടാതെ ചിലത് ഉണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം? സകലതും അവനെന്തായിത്തീർന്നു? കീഴ്പ്പെട്ട് വന്നു. എന്നിട്ട് പറയുന്നു അവന് സകലതും കീഴ്പ്പെട്ട് വന്ന ശേഷം. അപ്പോൾ ഇനിയും എന്തോ ഉണ്ട്? കീഴ്പ്പെടാൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട് പ്രൈസ് ഗാഡ്. ഇവിടെ പറഞ്ഞു സകലതും അവന് കീഴ്പ്പെട്ട് വന്ന. നിങ്ങൾ മനസ്സിലായോ ഈ 2 ഭാഗങ്ങൾ? ഒന്ന് എന്തോ പറഞ്ഞു? സകലതും കീഴ്പ്പെട്ടു. ഇപ്പോൾ എന്തോ പറയുന്നു? സകലതും കീഴ്പ്പെട്ട് വന്ന എന്ന് പറഞ്ഞാൽ സകലതും എന്തായിട്ടില്ല? കീഴ്പ്പെട്ടില്ല. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? എന്താ വാക്കിൻ്റെ അർത്ഥം? ഇതാ ഞാൻ ചോദിച്ചേ ഇല്ലേ? ഓക്കെ, ആ വേർഡ് പഠിക്കണമെങ്കിൽ നിങ്ങൾ വായിച്ചോട്ട്. അതിൻ്റെ 24, 25 വാക്യം ഒന്ന് വായിച്ചാട്ട്. 24 അതേ അധ്യായം 24, 25. രാജ്യം പിതാവായ ദൈവത്തെ ഭരമേൽപ്പിക്കും. ആര് ഭരമേൽപ്പിക്കും? കർത്താവായ യേശു ഭരമേൽപ്പിക്കും. നെക്സ്റ്റ് നമ്മൾ 28-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവിടെ പറയുന്നു, എന്നാൽ അവന് സകലതും കീഴ്പ്പെട്ട ശേഷം
ദൈവം സകലത്തിലും സകലതുമാകേണ്ടതിന് പുത്രൻ താനും സകലതും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ കർത്താവായ യേശു എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. നമ്മളിപ്പോൾ വായിച്ച വാക്യം എന്ന് പറഞ്ഞു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ, കർത്താവായ യേശു എന്ത് ചെയ്യും? പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. എപ്പോഴാണ് ഏൽപ്പിക്കാൻ പോകുന്നത്? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട്. അപ്പോൾ എല്ലാം നീക്കം വരുത്തിയിട്ടാണ് യേശു പിതാവിനെ ഇത് പരമേൽപ്പിക്കുവാൻ പോകുന്നത്. അപ്പോൾ പിതാവിനെ എന്തുവാ ഇതിൻ്റെ അർത്ഥം? അതിൻ്റെ താഴത്തെ വാക്യം, അവൻ സകല ശത്രുക്കളെയും എന്ത് ചെയ്യണം? കാൽ കീഴാക്കുവോളും. അപ്പോൾ ഇത് കർത്താവായ യേശു ഓൾറെഡി എന്തോ ചെയ്തു? സകല ശത്രുക്കളെയും തൻ്റെ കാൽ കീഴാക്കി. പക്ഷേ ഇപ്പോഴും ആരുണ്ട് ഈ ലോകത്തിൽ? പിശാചും അതിൻ്റെ പ്രവർത്തനങ്ങളും. പക്ഷേ ഇന്ന് ആ ജോലി ആരെ ഏൽപ്പിച്ചേക്കുന്നത്? യേശു ക്രിസ്തു ചെയ്യേണ്ടത് മുഴുവൻ യേശു ചെയ്തു. പക്ഷേ ചില ജോലികൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അത് പെൻഡിങ് അല്ല, വാസ്തവത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എന്തെടുക്കാൻ കിടക്കുന്നു? ജയമെടുക്കുവാൻ കിടക്കുന്നു. ഈ ജയമെടുത്തെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? രാജ്യം പിതാവായ ദൈവത്തിൻ്റെ കരങ്ങൾ ഫലമേൽപ്പിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ രാജ്യം പിതാവായ ദൈവത്തിൻ്റെ കരങ്ങൾ ഫലമേൽപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ഈ ലോകത്തിൽ ആക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എന്തോ ഉണ്ട്? ഒരു ജോലിയുണ്ട്. എന്താ അവരുടെ ജോലി? അവരുടെ ജോലി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ശത്രുവിനെ കാൽ കീഴാക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഗത്തിൽ എന്താ പറയുക? ശത്രുവിനെ കാൽ കീഴാക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ശത്രുവിനെ ജയിക്കുക. അപ്പോൾ ശത്രുവിനെ ജയിക്കുന്നില്ലെങ്കിൽ എങ്ങോട്ട് പോകത്തില്ല? കഴിഞ്ഞ വെള്ളിയാഴ്ചൻ്റെ ബാലൻസ്. അപ്പോൾ ശത്രുവിനെ ജയിക്കുന്നവർ മാത്രമേ എങ്ങോട്ട് പോകത്തുള്ളൂ? യേശു എന്നെയും നമ്മളെയും നിർത്തിയിരിക്കുന്നത് ശത്രു എന്നെ തോൽപ്പിക്കുവാനല്ല, പകരം ശത്രുവിനെ ഞാൻ തോൽപ്പിക്കുവാനാണ്. യേശു ഓൾറെഡി എന്ത് ചെയ്തിരിക്കുക? ശത്രുവിനെ എന്ത് ചെയ്തിരിക്കുക? തോൽപ്പിച്ചിരിക്കുക. ശത്രുവിനെ ഇനി തോൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്താൽ മതി? യേശുവുള്ള വിശ്വാസത്താൽ ശത്രുവിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീഴടക്കുവാൻ സാധിക്കും. മനസ്സിലായി? വേറെ ഒന്നും ഞാൻ ചെയ്യേണ്ടതില്ല, ഒരു യുദ്ധവും ചെയ്യേണ്ടതില്ല. ബട്ട് എനിക്ക് വേണ്ടത് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ഞാനത് ഏറ്റെടുക്കുമ്പോൾ ഞാൻ ശത്രുവിനെ പരാജയപ്പെടുത്തുക. നിങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസത്താൽ ആ വേർഡുകൾ വെളിപ്പെടാത്തിടത്തോളം കാലം ശത്രു എനിക്ക് കീഴ്പ്പെടുകയില്ല. ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവം അനുവദിച്ചിരിക്കുന്ന സകല ശത്രുക്കളെയും എൻ്റെ കാൽ കീഴാക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. നിങ്ങൾ മറന്നു കളയരുത്. ദൈവത്തിൻ്റെ ഹിതം അതാകുന്നുവെങ്കിൽ യേശുക്രിസ്തു സകല ശത്രുക്കളെയും തൻ്റെ കാൽ കീഴാക്കിയത് കൊണ്ട് സകലത്തിന്മേലും യേശുവിന് അധികാരമുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, യഹോവയായിരിക്കുന്ന ദൈവം എൻ്റെ കർത്താവിനോട്, നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളം നീ എവിടെ ഇരിക്കുക? എൻ്റെ വലത്ത്. അപ്പോൾ വലത്ത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞ് ദൈവം യേശുവിനോട് പറയുന്ന, അഥവാ യഹോവയാം ദൈവം യേശുവിനോട് പറയുന്നൊരു വേർഡാണിത്. നീ എവിടെ ഇരിക്കാൻ പറഞ്ഞു? നീ എൻ്റെ ഏത് സമയം വരെ? ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളും. എന്ന് പറഞ്ഞാൽ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ തലയും, ഞാനെന്ന് പറയുന്നത് ആരാ? സഭ എന്ന് പറയുന്നത് ശരീരവും. അപ്പോൾ സഭയുടെ കാലുകൾ എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന ശരീരത്തിന് അഭയമാകുന്നുവെങ്കിൽ എൻ്റെ കാൽ കീഴാക്കുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ കാൽ കീഴാക്കുക? ക്രിസ്തുവിൻ്റെ കാൽ കീഴാക്കുക. ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച്, മനസ്സിലാകുന്നുണ്ടോ ഈ വിഷയം? ദൈവം എന്നെയും നമ്മളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ശത്രുവിനെ കാൽ കീഴാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശു ഓൾറെഡി അത് ചെയ്തു, ഇനിയും വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷെങ്കിൽ ഞാനും നിങ്ങളും അവൻ്റെ മക്കളായതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഏറ്റെടുക്കുവാൻ സാധിക്കും? വിശ്വാസത്താൽ
എനിക്ക് എടുക്കുവാൻ സാധിക്കും. ശത്രുവിനെ തോൽപ്പിക്കുവാൻ ഞാൻ വാളോ അല്ലെങ്കിൽ മറ്റൊന്നും എടുക്കേണ്ട കാര്യമില്ല. ശത്രുവിനെ എതിർക്കുവാൻ എനിക്ക് വേണ്ട ആയുധം എന്ന് പറയുന്നത് വിശ്വാസം. ആ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ മുൻപിൽ കടന്നു വരുന്ന ശത്രുവിനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ മറന്നു കളയരുത്, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഒരൊറ്റ ശത്രുവും നിങ്ങളെ തോൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മനസ്സില്ല. ബട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തു വേണം? നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ശത്രുവിനെ എൻ്റെ കാൽ കീഴാക്കുവാൻ നമുക്ക് ദൈവത്തിന് മനസ്സുണ്ട്. അതിനുവേണ്ടിയാണ് യേശു കാത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം യേശുവിന് കൊടുത്ത ബഹുമാനത്തെ ഓണർ അവിടെ നമ്മൾ കാണുന്നു. എവിടെയാ? ഈ ലോകത്തിൽ തൻ്റെ പ്രവൃത്തി തികച്ചിട്ട് യേശു എന്ത് ചെയ്തു? സ്വർഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു. തൻ്റെ സിംഹാസനം അടുത്ത ബഹുമതി യേശു ക്രിസ്തുവിന് ലഭിച്ചത്. രണ്ടാമത്തെ ചിന്ത മത്തായി 26:64. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് നമ്പർ 64. മാത്യു 26:64. പെട്ടെന്ന്. മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത് ഭാഗത്തിരിക്കുന്നതും ഒരു രാജാവ്, ഒരു മഹാപുരോഹിതൻ ചോദിക്കുക, നീയാണോ വാസ്തവത്തിൽ യഹൂദന്മാരുടെ രാജാവ്? ഒരു രാജാവ് ചോദിക്കുക. യേശു എന്താ പറഞ്ഞു? അതെ, ഞാനാകുന്നു. നീയാണോ ദൈവത്വം? അതെ, ഞാനാകുന്നു. ഞാൻ ആരാകുന്നു? എന്നിട്ട് യേശു പറയുക, നിങ്ങളെന്തോ കാണും? സർവശക്തൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനെ വെളിപ്പെടുത്തുന്നു? നീ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് വെളിപ്പെടുത്തുന്നത്? ഹിസ് അതോറിറ്റി. യേശു ഇരിക്കുന്നു. എന്താ അത് വെളിപ്പെടുത്തുന്നത്? ഹിസ് അതോറിറ്റി, അധികാരത്തെ വെളിപ്പെടുത്തുന്നു. അവൻ അധികാരമുള്ളവൻ. 3 സാംസ് 16 വേഴ്സ് 11. സങ്കീർത്തനം 16:11. സാം 16:11. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. അപ്പോൾ വലതുഭാഗത്തിൻ്റെ പ്രത്യേകത എന്നാ? ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിലൈറ്റ്. ഒരു സന്തോഷത്തിൻ്റെ സ്ഥലമാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിലൈറ്റ്. അപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പിതാവ് പറയുന്നു, നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിന് ഡിലൈറ്റഡ്. നിങ്ങൾ മനസ്സിലാക്കണം, സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുന്നിടത്ത് എന്തോ ഇല്ല, ഒരു കസേരയില്ല. ഒരു കസേരയും സമാഗമന കൂടാരത്തിൽ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അവിടെ ഇരിപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഇരിക്കുന്ന എന്തിനാ? അടുക്കളയിലൊക്കെ കുറച്ച് ജോലിയൊക്കെ ചെയ്തേച്ച് എന്നിട്ട് എന്തോ വന്നിരിക്കും, ഒരു 10 മിനിറ്റ് വന്ന് സോഫായിരിക്കും. എന്തിനാ പറയുന്നത്? ഞാൻ 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഇല്ല, നോ റെസ്റ്റ്. ഇവിടെ വിശ്രമമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്രമിക്കുന്ന ഇടമല്ല ഏത്? ഈ ഭൂമിയിൽ പണിയപ്പെട്ട സമാഗമന കൂടാരം. എന്നാൽ സ്വർഗത്തിൽ ഒന്നുണ്ട്, അവൻ ഇരിക്കുന്നു. എന്തുകൊണ്ട് അവൻ ഇരിക്കുന്നത്? അവൻ കൈയും കെട്ടി ഇരിക്കുകയല്ല, ഇരിക്കുന്നെന്ന് പറയുമ്പോൾ എന്തിനാണ് ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്? ആ ജോലി ഓൾറെഡി തികച്ചു. ആ ജോലി കംപ്ലീറ്റഡായി. ഇനിയും അതിനുവേണ്ടി ജോലി ഒന്നും ചെയ്യുവാനില്ല. എവറിത്തിങ് ഈസ് കംപ്ലീറ്റഡ്. ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു അധികാരത്തോടുകൂടെ നിൽക്കുന്നു. നെക്സ്റ്റ് മൺഡേയിൽ ദൈവം സഹായിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് സ്പിരിച്വൽ ബീയിങ്, ആത്മജീവികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നെക്സ്റ്റ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ. അതുകൊണ്ട് എന്താണ് ആത്മജീവി എന്നൊക്കെയുള്ളത് വളരെ ക്ലിയറായിട്ട് നമ്മളൊന്ന് പഠിക്കുവാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ കടന്നു